ഹലോ ഡിയേഴ്സ്, നമുക്ക് സൂപ്പർ പൊസിഷൻ തിയറം ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസും കൂടി നോക്കാം. അപ്പോൾ സൂപ്പർ പൊസിഷൻ തിയറം എന്തായിരുന്നെന്നോ ഓർമ്മ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ പ്രോബ്ലം നോക്കിയാൽ ഫൈൻഡ് കറണ്ട് I0 യൂസിങ് സൂപ്പർ പൊസിഷൻ തിയറം എന്നാണ്. അപ്പോൾ I0 എന്നുള്ളത് ഏതാണ്? ഈ 5 ഓമിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടാണ്. അതെന്ത് ചെയ്യണം? സൂപ്പർ പൊസിഷൻ തിയറം പ്രകാരം നമുക്ക് എന്ത് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇതിൽ എത്ര സോഴ്സസ് ഉണ്ട്? ഒരു കറന്റ് സോഴ്സ് ഉണ്ട്. 4 ആമ്പിയറിന്റെ ഒരു കറന്റ് സോഴ്സ് ഉണ്ട്. 20 വോൾട്ടിന്റെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. പിന്നെ 5I0 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിപ്പെൻഡന്റ് സോഴ്സും ഉണ്ട്. ഓക്കെ. അപ്പൊ ഇതിൽ എത്ര സർക്യൂട്ട് ഉണ്ടാവും? 2 സർക്യൂട്ടേ ഉണ്ടാവുള്ളൂ. കാരണം എന്താണ്? നമ്മൾ ഡിപ്പെൻഡന്റ് സോഴ്സിനെ ചേഞ്ച് ചെയ്യാറില്ല. ഇൻഡിപെൻഡന്റ് സോഴ്സിനെ മാത്രമേ സെപ്പറേറ്റ് ആക്കി മാത്രമേ കാണാറുള്ളൂ. ഡിപ്പെൻഡന്റ് സോഴ്സ് അത് അതേപോലെ തന്നെ അവിടെ നിർത്തും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൽ 2 സർക്യൂട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു I0 ഡാഷും വേറൊരു I0 ഡബിൾ ഡാഷും മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ. കാരണം എന്താണ്? ഇവിടെ 2 ഇൻഡിപെൻഡന്റ് സോഴ്സസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യാണ്? ഈ 4 ആമ്പിയർ ആണ് എന്ത് ചെയ്യണത്? കൺസിഡർ ചെയ്യണത്. അപ്പോൾ സ്റ്റെപ്പ് 1 ഈ 4 ആമ്പിയർ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഈ 20 വോൾട്ടേജ് എന്താക്കും? നമ്മൾ അതെന്ത് ചെയ്യും? ഷോർട്ടാക്കി. ഈ 20 വോൾട്ടേജ് എന്ത് ചെയ്തു? ഷോർട്ടാക്കി. ഇവിടെ എന്ത് ചെയ്തു? ഷോർട്ടാക്കി. നമുക്ക് എന്താ കാണാനുള്ളത്? ഈ I0 ആണ് കാണാനുള്ളത്. അതിനെ ഞാൻ എന്ത് പേരെടുത്തു? I0 ഡാഷ് എന്ന് എടുത്തു. ഈ 5 ഓമിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഏതാണ്? I0 ഡാഷ് ആണ്. ഈ ലൂപ്പിലൂടെ ഞാൻ I1 എടുത്ത്, ഈ ലൂപ്പിൽ I2 എന്ന് എടുത്ത്, ഈ ലൂപ്പിൽ എന്തെടുത്തു? I3 എന്ന് എടുത്ത്. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ I0 ഡാഷിന്റെ ഇക്വേഷൻ എന്താണ്? ഇതിൽ നോക്കി നമുക്ക് മനസ്സിലാവും. I0 ഇവിടുന്ന് ഇങ്ങോട്ടാണ്, I3 താഴെന്ന് മുകളിലോട്ടും, I1 മുകളിൽ നിന്ന് താഴോട്ടും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? KCL ഈ ഇവിടെ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. അപ്പോൾ I0 ഡാഷ് പ്ലസ് I3 എന്ന് കിട്ടും, I1 എന്ന് കിട്ടും. അപ്പോൾ I0 ഡാഷ് എന്നാണ് I1 മൈനസ് I3 എന്നുള്ള വാല്യൂ കിട്ടും. I0 ഡാഷ് എന്താ വരിക? I1 മൈനസ് I3. അപ്പോൾ I1 കണ്ടുപിടിക്കണം, I3 കണ്ടുപിടിക്കണം. ഏത്? KVL അപ്ലൈ ചെയ്തിട്ട്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് 4 ആമ്പിയർ സോഴ്സ് ആക്ടിങ്ങിലാണ്. ഇപ്പോൾ ഈ ലൂപ്പ് നോക്കുകയാണെങ്കിൽ, ഈ ഫസ്റ്റ് ലൂപ്പിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ്? ഒരു കറണ്ട് സോഴ്സ് ആണുള്ളത്. അല്ലേ? അല്ലേ? ഇതിലൂടെ നമ്മൾ പാസ് ചെയ്യുന്ന അസ്യൂം ചെയ്തത് ഏതാണ്? I1 പാസ് ചെയ്യേണ്ടതെന്നാണ് അസ്യൂം ചെയ്തിട്ടുള്ളത്. അപ്പോൾ I1 ഈക്വൽ ടു എന്ത് കിട്ടും? നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് 4 ആമ്പിയർ എന്ന് കിട്ടും. ഓക്കെ. ഈ ലൂപ്പിൽ KVL അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ എന്തുണ്ട്? ഒരു കറണ്ട് സോഴ്സ് ഉണ്ട്. ഈ ബ്രാഞ്ചിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഏതാണ്? I1 എന്നാണ് അസ്യൂം ചെയ്തിട്ടുള്ളത്. ആക്ച്വലായിട്ട് 4 ആമ്പിയർ പോകുമ്പോൾ I1 ഈക്വൽ ടു 4 ആമ്പിയർ കിട്ടി. ഈ ലൂപ്പിൽ എന്ത് ചെയ്യുക? അടുത്ത് മെഷ് 2ൽ എന്താ ചെയ്യുക? KVL അപ്ലൈ ചെയ്യുക. 3 ഇൻറ്റു I2 മൈനസ് I1 പ്ലസ് 2 ഇൻറ്റു I2 മൈനസ് 5 ഇൻറ്റു I0 ഡാഷ്. ഇവിടെ ഈ I0 അനുസരിച്ചാണ്. അപ്പോൾ ഇവിടെ I0 ഡാഷ് ആകുമ്പോൾ ഇവിടെ എന്ത് വരും? I0 ഡാഷ് വരും. ഓക്കെ. പ്ലസ് 1 ഇൻറ്റു I2 മൈനസ് I3 ഈക്വൽ ടു 0 എന്ന് വന്നു. ഈ I0 ഡാഷിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? I1 മൈനസ് I3 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ. ഇനി ഇതിൽ നിന്ന് I1ഉം I2ഉം I3യും സെപ്പറേറ്റ് ആക്കിയിട്ട് എഴുതി. അതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് എടുത്തു. ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ മൂന്നാമത്തെ മെഷീനിൽ എന്ത് ചെയ്യണം? KVL അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ എന്ത് വരും? 5 ഇൻറ്റു I3 മൈനസ് I1 പ്ലസ് 1 ഇൻറ്റു I3 മൈനസ് I2 പ്ലസ് 5 ഇൻറ്റു I0 ഡാഷ് പ്ലസ് 4 ഇൻറ്റു ഇതിൽ കൂടി പോണ കറണ്ട് I3. 4 ഇൻറ്റു I3 ഈക്വൽ ടു 0 എന്ന് വന്ന്. അതിലും ഇവിടെ ഒരു I0 ഡാഷ് ഉണ്ട്. I0 ഡാഷിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? I1 മൈനസ് I3 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇതിൽ നിന്ന് I1ഉം I2ഉം I3 എന്താക്കി? സെപ്പറേറ്റ് ആക്കി എടുത്തു. ഓക്കെ. ഇനി ഈ 3 ഇക്വേഷൻ എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. എന്ത് ചെയ്താൽ മതി? ഒന്നെങ്കിൽ കാൽക്കുലേറ്റർ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഈ I1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇതെന്താവും? I2ൻ്റെയും I3ൻ്റെയും മാത്രവും. അപ്പോൾ ഇവിടെയും I2ഉം I3 ഉള്ളൂ. അതിൽ നിന്ന് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? I2ഉം I3യും കണ്ടുപിടിക്കുക. അപ്പോൾ ഈ 3 ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? I3 16/70 എന്ന് കിട്ടും. I1 ഇവിടെ നമുക്ക് ഇവിടെ ഉണ്ട് 4 ആമ്പിയർ എന്ന് കിട്ടിയിട്ടുണ്ട്. I0 ഡാഷിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? I1 മൈനസ് I3 എന്നാണ്. അപ്പോൾ 4 മൈനസ് 16 ഡിവൈഡ് ബൈ 17 എത്ര കിട്ടും? നമുക്ക് 52
ഡിവൈഡ് ബൈ 17 ആംബിയർ എന്ന് പറഞ്ഞ ഒരു വാല്യൂ കിട്ടും. അത് മുകളിൽ നിന്ന് താഴോട്ടേക്കാരം അതിൻ്റെ ഡയറക്ഷൻ ഉണ്ടാവുക. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഈ 20 വോൾട്ടേജ് സോഴ്സ് എന്ത് ചെയ്യുക? മാത്രം കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ 4 ആംബിയർ സോഴ്സ് എന്താവും? ഓപ്പൺ ആവും അല്ലേ? കറണ്ട് സോഴ്സ് എന്താവുക? ഓപ്പൺ ആണ് ആവുക. ഇത് എന്ത് ചെയ്തു? ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇതിൽ കൂടി എന്ത് ചെയ്യില്ല? കറണ്ട് പാസ് ചെയ്യൂല. അപ്പോൾ ഇവിടെ എത്ര ലൂപ്പേ ഉണ്ടാവുള്ളൂ? 2 ലൂപ്പേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ലൂപ്പിനെ ഞാൻ I4 എന്നും ഈ ലൂപ്പിനെ ഞാൻ I5 എന്നും എടുത്തും. ഇതിൽ കൂടി പോണ കറണ്ടിനെ I0 ഡബിൾ ഡാഷ് എന്ന് എടുത്തും. ഓക്കെ, അപ്പോൾ I0 ഡബിൾ ഡാഷിൻ്റെ ഇക്വേഷൻ എന്തേക്കാരം വരിക? ഇതിൽ കൂടി ഒറ്റ കറന്റ് മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ. ഏതാണ്? I5 മൈനസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ താഴോന്ന് മുകളിലോട്ടേക്കാരം ഏത് പാസ് ചെയ്യണത്? I5 പാസ് ചെയ്യുക. അപ്പോൾ I0 ഡബിൾ ഡാഷ് ഈസിക്കൽ ടു എന്തായിരിക്കും കിട്ടുക നമുക്ക്? മൈനസ് I5 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 2 ലൂപ്പിൽ നിന്ന് I5 ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഈ ലൂപ്പിൽ കൂടി പോണതിന് I4 എന്ന് എടുത്തു, ഇതിന് I5 എന്ന് എടുത്തു. ഇവിടെ എന്ത് ചെയ്യുക? KVL അപ്ലൈ ചെയ്യുക. ഇവിടെ KVL അപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 3 ഇൻറ്റു I4 പ്ലസ് 2 ഇൻറ്റു I4 മൈനസ് 5 ഇൻറ്റു I0 ഡബിൾ ഡാഷ് പ്ലസ് 1 ഇൻറ്റു I4 മൈനസ് I5 ഈസിക്കൽ ടു 0 എന്ന് കിട്ടി. I0 ഡബിൾ ഡാഷിന് മൈനസ് I5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അവിടുന്ന് I4ഉം I5ഉം സെപ്പറേറ്റ് ആക്കി എഴുതി. അതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 4 എന്ന് എടുത്തു. ഇനി ഈ ലൂപ്പിൽ അതേപോലെ തന്നെ എന്ത് ചെയ്യുക? KVL അപ്ലൈ ചെയ്യുക. അപ്പോൾ 5 ഇൻറ്റു ഇതിൽ കൂടി പോണത് 5 ഇൻറ്റു I5 പ്ലസ് 1 ഇൻറ്റു I5 മൈനസ് I4 പ്ലസ് 5 ഇൻറ്റു I0 ഡബിൾ ഡാഷ് പ്ലസ് 4 ഇൻറ്റു I5 മൈനസ് 20 ഈസ് ഈക്വൽ ടു എന്ത് വരും? 0 എന്ന് വരും. അതിലും I0 ഡബിൾ ഡാഷിന് മൈനസ് I5 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. I4ഉം I5ഉം സെപ്പറേറ്റ് ആക്കി എഴുതുക, ആഡ് ചെയ്തിട്ട് എഴുതുക. അതിന് ഇക്വേഷൻ നമ്പർ 5 എന്ന് എടുത്തു. ഇതിൽ നിന്ന് എന്ത് ചെയ്യുക? ഇത് 2 സോൾവ് ചെയ്തിട്ട് I5 കണ്ടെത്തുക. ഈ 2 ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് I5 കണ്ടെത്തി. എത്രയാണ്? 16 ഡിവൈഡ് ബൈ 17 ആണെന്ന്. അപ്പോൾ നമ്മൾ I0 ഡബിൾ ഡാഷ് എന്താണ് വരിക? മൈനസ് I5 ആണ്. അപ്പോൾ മൈനസ് 60 ഡിവൈഡ് ബൈ 17 എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ I0 ഡബിൾ ഡാഷിൻ്റെ വാല്യൂ മൈനസ് 16 ഡിവൈഡ് ബൈ 17 ആണ്. അതായത് മുകളിൽ നിന്ന് താഴോട്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി എന്താ ചെയ്യുക? സൂപ്പർ പൊസിഷൻ പ്രകാരം എന്താണ്? I0 ഡാഷ് ഇസ് ഈക്വൽ അല്ല I0 ഇസ് ഈക്വൽ ടു I0 ഡാഷ് പ്ലസ് I0 ഡബിൾ ഡാഷ് ആണ്. I0 52 ബൈ 17 കിട്ടി. I0 ഡബിൾ ഡാഷ് മൈനസ് 16 ബൈ 17 കിട്ടി. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് മൈനസ് 18 ബൈ 70 എന്ന് പറഞ്ഞ വാല്യൂ കറണ്ട് ആയിട്ട് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ മൈനസ് 18 ബൈ 70 എന്ന് പറഞ്ഞ കറണ്ട് മുകളിൽ നിന്ന് താഴോട്ടേക്കാരം പാസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആക്ച്വലായിട്ട് എന്താ? താഴോന്ന് മുകളിലോട്ട് 8 ബൈ 70 എന്ന് പറഞ്ഞ കറണ്ട് കാരം പാസ് ചെയ്യുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് കറണ്ട് ത്രൂ 6 ഓം റെസിസ്റ്റർ. ഇതാണ് 6 ഓം റെസിസ്റ്റർ. അതിൽ കൂടി പോണ കറണ്ടിനെ I എന്ന് പറഞ്ഞുകൊണ്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ഉണ്ട്, അല്ലാതെ 2 ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ 2 സർക്യൂട്ടേക്കാരൻ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിനെ I ഡാഷ് എന്ന് എടുക്കും. അത് ഈ 15 വോൾട്ടേജ് സോഴ്സ് മാത്രം കൺസിഡർ ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? ഈ 10 വോൾട്ടേജ് എന്ത് ചെയ്തു? ഷോർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ കറണ്ടിനെ I ഡാഷ് എന്ന് എടുത്തു. ഈ ലൂപ്പിലൂടെ I1 പാസ് ചെയ്യുന്നുണ്ട്, ഈ ലൂപ്പിലൂടെ I2 പാസ് ചെയ്യണേൽ ഞാൻ എന്ത് ചെയ്തു? കൺസിഡർ ചെയ്തു, അസ്യൂം ചെയ്തു. അപ്പോൾ ഇവിടെ I1 എന്ന് വെച്ചാൽ എന്തായിക്കാരം വരിക? ഈ ലൂപ്പ് നമ്മൾ I ഡാഷ് എന്തായിക്കാരം വരിക? ഈസിക്വൽ ടു I1 ആയിക്കാരം വരിക. ഓക്കെ, I ഡാഷ് ഈസിക്വൽ ടു I1 ആയിക്കാരം വരിക. ഈ ലൂപ്പിൽ KVL അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. കാരണം എന്താണ്? ഇവിടെ എന്തുണ്ട്? ഒരു കറണ്ട് സോഴ്സ് ആണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യൂല? ഇതിൽ കൂടി ഇതിനക്രോസുള്ള വോൾട്ടേജ് നമുക്ക് കിട്ടൂല. അതുകൊണ്ട് ഇവിടെ KVL അപ്ലൈ ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഈ 2 മെഷുകൾക്കിടയിൽ എന്തുണ്ട്? ഒരു കറണ്ട് സോഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായിട്ടുണ്ട്? സൂപ്പർ മെഷ് ആയിട്ടുണ്ട്. അപ്പോൾ മെഷ് 1ഉം മെഷ് 2ഉം കൂടി എന്തായിട്ടുണ്ട്? സൂപ്പർ മെഷ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3I ഡാഷ് എന്നുള്ള ഈ കറണ്ട് താഴേന്ന് മുകളിലോട്ടാണ്, I2 എന്നുള്ളതും താഴേന്ന് മുകളിലോട്ടാണ്, I1 മുകളിൽ നിന്ന് താഴോട്ടാണ്. അതായത് I2 മൈനസ് I1 ഈക്വൽ ടു എന്ത് കിട്ടും? നമുക്ക് 3I ഡാഷ് എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഈ പോയിന്റിൽ KVL അപ്ലൈ ചെയ്യുക. I2 ഇങ്ങോട്ട് എൻ്റർ ചെയ്യുന്നുണ്ട്, 3I ഡാഷും I1ഉം ലീവ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ 3i' എന്ത് കിട്ടും? I2 മൈനസ് I1 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ I2 മൈനസ് I1 എന്ന് പറഞ്ഞ ഒരു വാല്യൂ നമുക്ക് എന്ത് കിട്ടി? ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇതിൽ I' എന്താണ്? I1 ആണ്. I' ആണ്. അപ്പോൾ I' I1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? I2 ഈ മൈനസ് I1 ഇങ്ങോട്ട് കൊടുത്താൽ പ്ലസ് I1 ആയി. അപ്പോൾ 4i1 എന്നുള്ള വാല്യൂ കിട്ടി. I2 എന്ത് കിട്ടി? 4i1 കിട്ടി. ഇനി എന്ത് ചെയ്യുക? ഈ സൂപ്പർ മെഷിൽ എന്ത് ചെയ്യുക? KVL അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ സൂപ്പർ മെഷിൽ KVL അപ്ലൈ ചെയ്താൽ -15 ഇതിൽ ഇവിടുത്തെ വോൾട്ടേജ് എന്താ വരിക? 6 × I1, ഇവിടുത്തെ വോൾട്ടേജ് 8 × I2 എന്ത് വരും? 0 എന്ന് വന്നു. ഓക്കെ, അപ്പോൾ 6i1 + 8i2 50 എന്ന് വന്നു. ഇതിൽ I2 എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 4i1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇക്വേഷൻ സോൾവ് ചെയ്ത I1 എത്ര കിട്ടും? 0.39 ആംപിയർ എന്ന് കിട്ടും. ഓക്കെ, ആ വാല്യൂനേക്കാരം എന്തുണ്ടാവുക? നമ്മളെ I' ഉണ്ടാവുക. I' I1 0.39 ആംപിയർ ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടായിട്ട് പാസ് ചെയ്യും. ഈ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? ഇത് ഷോർട്ട് ചെയ്യുക. ഇവിടെ എന്ത് ചെയ്യുക? ഈ 10 വോൾട്ടേജ് എന്ത് ചെയ്യുക? മാത്രം കൺസിഡർ ചെയ്യുക. ഓക്കെ, 10 വോൾട്ട് ആക്ടിങ് അലോൺ ആണെങ്കിൽ ഇതെന്ത് ചെയ്യും? വരും. ഇതെന്ത് ചെയ്യുക? ഷോർട്ട് ചെയ്യുക. ഈ കറൻറ്റിനെ I" എന്ന് എടുക്കുക. ഇപ്പോൾ ഇവിടെ എന്ത് വരും? 3 × I" എന്ന് പറഞ്ഞു. ഈ ലൂപ്പിൽ I1 എന്ന് എടുത്തു, ഈ ലൂപ്പിൽ I2 എന്ന് എടുത്തു. ഓക്കെ, അപ്പോൾ I" എന്ത് വരും? I1 എന്ന് വരും. I" I1 എന്ന് വരും. ഈ രണ്ട് ലൂപ്പിലും കൂടി KVL അപ്ലൈ പറ്റോ? ഇല്ല. കാരണം വീണ്ടും ഇതെന്താണ്? ഒരു സൂപ്പർ മെഷാണ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ I2 മൈനസ് I1 എന്ത് കിട്ടും? 3i" എന്ന് കിട്ടും. I" I1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ I2 വീണ്ടും 4i1 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടി. ഇനി എന്ത് ചെയ്യുക? സൂപ്പർ മെഷിൽ എന്ത് ചെയ്യുക? KVL അപ്ലൈ ചെയ്യുക. അപ്പോൾ 6 × I1 + 8 × I2 - 10 0 എന്ന് വന്നു. അപ്പോൾ 6i1 + 8i2 10 എന്ന് കിട്ടി. I2ൻ്റെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? I1 കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 0.26 ആംപിയർ എന്ന് പറഞ്ഞ വാല്യൂ കിട്ടി. അപ്പോൾ I" എന്തൊക്കെയാണ് വരിക? I1 ആണ് 0.26 ആംപിയർ. ഈ ഇവിടുന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്യും? പാസ് ചെയ്യും. ആരോ മാർക്ക് കറൻറ്റിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ സൂപ്പർ പൊസിഷൻ തിയറം പ്രകാരം I' + I" ആണ്. I' വാല്യൂ ആണ് ഇത്, I" വാല്യൂ ആണ് ഇത്. രണ്ടും കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അതിൽ കൂടി പോണ കറൻറ്റ് Iൻ്റെ വാല്യൂ കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി സാധാ ഒരു ഇതിൽ ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് മാത്രമുള്ള ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഇതിൽ എത്ര സോഴ്സസ് ഉണ്ട്? 3 സോഴ്സസ് ഉണ്ട്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഓരോ സോഴ്സസും പ്രത്യേകം കണ്ടെത്തണം. ഇതെന്ത് ചെയ്യണം? ഷോർട്ട് ചെയ്യണം. ഇതും ഷോർട്ട് ചെയ്യണം. ഇവിടെ 40 വോൾട്ടേജ് മാത്രമാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കുമ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യണത്? ഈ കറൻറ്റ് കണ്ടുപിടിക്കാനാണ് നോക്കുന്നത്. ഓക്കെ, ഈ കറൻറ്റ് കണ്ടുപിടിക്കാൻ നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും എന്ത് വരും? പാരലൽ അല്ലേ? ഈ രണ്ട് റെസിസ്റ്റർ പാരലൽ ആണ്. അത് ഈ റെസിസ്റ്റൻസിനോട് എന്താണ്? സീരീസ് ആണ്. അപ്പോൾ നമ്മൾ ടോട്ടൽ റെസിസ്റ്റൻസ് കാണുമ്പോൾ ഇത് രണ്ടും പാരലൽ പ്ലസ് ഇതാണ് വരിക. അപ്പോൾ നമ്മുടെ കറണ്ട് എന്തൊക്കെയാണ് വരിക? വോൾട്ടേജ് ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് ഇവിടെ എത്രയാണ്? 40 എന്ന് പറഞ്ഞ വോൾട്ടേജ് ആണ്. ഇത് രണ്ടും പാരലൽ 2 + 10 2 പാരലൽ 10, അതായത് 10 × 2 ഡിവൈഡ് ബൈ 10 + 2 ചെയ്യുക പ്ലസ് 5. ആ വാല്യൂവിനോട് എന്ത് ചെയ്യുക? ഈ 5 സീരീസ് ആയിക്കാരം ഉണ്ടാവുക. +5 അതാണ് നമ്മുടെ ടോട്ടൽ റെസിസ്റ്റൻസ് ഉണ്ടാവുക. വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ആണല്ലോ കറൻറ്റ്, ടോട്ടൽ കറൻറ്റ് ഉണ്ടാവുക. അപ്പോൾ 6 ആംപിയർ എന്ന് പറഞ്ഞ കറൻറ്റ് കിട്ടി. ഈ I എന്നുള്ളത് എന്താണ്? 6 ആംപിയർ ആണ്. ഇനി നമുക്ക് കാണാനുള്ളത് ഏതാണ്? ഈ 2 ഓമിലൂടെ പോണ കറൻ്റ് ആണ്. അപ്പോൾ ഈ ഇതിൽ കൂടി പോണ കറൻ്റ് ആണ്. അതിനെ നമ്മൾ എന്തെടുത്തുള്ളത്? I' എന്നുള്ള എടുത്തിട്ടുള്ളത്. അപ്പോൾ കറൻറ്റ് ഡിവിഷൻ റൂൾ ഉപയോഗിച്ചാൽ I' വാല്യൂ എന്തൊക്കെയാലും വരിക? ടോട്ടൽ കറൻറ്റ്, അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്ന കറൻറ്റ്, അതായത് IA 6 × അത് എങ്ങോട്ടേക്ക് സ്പ്ലിറ്റ് ആവുന്നുണ്ട്? ഈ 10 ഓമിലോട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്, ഈ 2 ഓമിലോട്ടും സ്പ്ലിറ്റ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട്? ഈ ടോട്ടൽ കറൻറ്റിൻ്റെ ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ്, അതായത് ഇത് പാസ് ചെയ്യാത്ത റെസിസ്റ്റൻസ് ഏതാണ്? 10 ഡിവൈഡഡ് ബൈ 10 + 2. 10 + 2 ഇത് രണ്ടും കൂടി എന്ത് ചെയ്യുക? ആഡ് ചെയ്തിട്ട് വരിക. ഓക്കെ, ഈ റെസിസ്റ്റൻസ് എടുക്കാൻ പാടില്ല, കാരണം അത് ഈ റെസിസ്റ്റൻസിലൂടെ ഈ ടോട്ടൽ കറൻ്റാണ് പാസ് ചെയ്യുന്നത്.
ഓക്കെ. അപ്പോൾ 5 ആംബിയർ എന്നുള്ള കറണ്ട് ആയിക്കാരം ഇതിൽ കൂടെ പാസ് ചെയ്യണത്. ഇനി അതേപോലെ അടുത്ത എന്ത് ചെയ്തു, ഈ 20 വോൾട്ടേജ് മാത്രം കൺസിഡർ ചെയ്തു. അപ്പോൾ ഈ 40 വോൾട്ടേജും 10 വോൾട്ടേജും എന്ത് ചെയ്തു, ഷോർട്ട് ചെയ്തു. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ഡയറക്ഷൻ എടുക്കുമ്പോൾ നോക്കേണ്ടത്, ഈ പ്രോബ്ലത്തിൽ ഞാൻ മൈനസ് നിന്ന് പ്ലസ്സിലോട്ടായിട്ടാണ് ഏത് ടോട്ടൽ കറൻറ്റ് എടുത്തിട്ടുള്ളത്. അത് അതേപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള കൺസിഡർ ചെയ്യുമ്പോൾ എടുക്കണം. അതായത് ഈ 20 വോൾട്ടേജ് എടുക്കുമ്പോഴും നമ്മൾ ടോട്ടൽ കറൻറ്റ് എന്തായിക്കാരം മൈനസ് നിന്ന് പ്ലസ്സിലോട്ട് പോകണേരി. ഓക്കെ. അപ്പോൾ ഇതായിക്കാരം എന്തുണ്ടാവുക, ഐ എന്ന് പറഞ്ഞ കറൻറ്റ് ഉണ്ടാവുക. ആ ഐ എന്താവുണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും എന്താകൊണ്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഐ ഡബിൾ ഡാഷ് ഉള്ള വാല്യൂ ഇക്കാരം ഇവിടെ ഉണ്ടാവുക. ഓക്കെ, മനസ്സിലായില്ലേ? ഇതാണ് ടോട്ടൽ കറന്റ് പ്രൊഡ്യൂസ് ചെയ്യുക. അതെന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഇങ്ങനെ പാസ് ചെയ്തിട്ട് ഇങ്ങോട്ടും സ്പ്ലിറ്റ് ആവും, ഇങ്ങോട്ടും സ്പ്ലിറ്റ് ആവും. അത് രണ്ടും കൂടി വീണ്ടും ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈ ഐ ആയിട്ട് മാറും. ഓക്കെ. അപ്പോൾ ഇത് ഐ, ഇത് ഐ ഡബിൾ ഡാഷ്. നമുക്ക് വീണ്ടും എന്ത് വേണം, ടോട്ടൽ കറന്റ് കാണണം. ടോട്ടൽ കറന്റ് കാണാൻ നോക്കുമ്പോൾ ഇത് രണ്ടും എന്താണ്, വീണ്ടും പാരലലാണ്. അത് ഇതിനോട് എന്താണ്, സീരീസ് ആയിക്കാരം ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ കറണ്ട് എന്തായാലും 20 ഈ വോൾട്ടേജ് ഡിവൈഡ് ബൈ നമ്മൾ നേരത്തെ കണ്ടിരുന്ന അതേ റെസിസ്റ്റൻസ് 2 പാരലൽ 10 പ്ലസ് 5 എന്ന് പറഞ്ഞ വാല്യൂ ഇക്കാരം ഈ ഐ സിക്കൾ കാര്യം വരിക 3 ആംപിയർ എന്ന് പറഞ്ഞ വാല്യൂ ഇക്കാരം ഉണ്ടാവുക. കറന്റ് ഡിവിഷൻ റൂൾ ഉപയോഗിക്കുമ്പോൾ അതെന്താവുണ്ട്, ഇങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഐ സിക്കൾ ടു ഇവിടുന്ന് ഇങ്ങോട്ടാണ് വരുന്നത്. ഇത് പാസ് ചെയ്യാത്ത കറണ്ട്, ഐ ഡബിൾ ഡാഷ് പാസ് ചെയ്യാത്ത കറണ്ട് ഏതാണ്, റെസിസ്റ്റർ ഏതാണ്, ഈ 10 ഓം ആണ്. അപ്പോൾ 10 ഇൻറ്റു 10 ഡിവൈഡ് ബൈ 10 പ്ലസ് 2. ഓക്കെ. അത് വാല്യൂ ചെയ്യുമ്പോൾ 2.5 ആംപിയർ എന്ന് പറഞ്ഞ ഒരു കറണ്ട് കിട്ടും. അത് ഈ പോയിന്റിൽ നിന്ന് ഡയറക്ഷൻ എങ്ങനെയാക്കാരം, ഈ ഡയറക്ഷനിലേക്കാരം ഉണ്ടാവുക. ഇതിനെ ഓപ്പോസിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇത് എന്ത് ചെയ്തു, നേരെ തിരിച്ചെഴുതി. അപ്പോൾ ഇവിടെ എന്തൊരു ഒരു മൈനസ് സൈനും കൂടി വന്നു. ഓക്കെ. അപ്പോൾ മൈനസ് 2.5 ആംപിയർ എന്നുള്ളതാണ് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലോട്ട് പാസ് ചെയ്യുന്ന കറണ്ട്. ഓക്കെ. ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടത്, മൂന്നാമത്തെ സോഴ്സ് മാത്രം കൺസിഡർ ചെയ്യുക. ഏത്, ഈ -10 വോൾട്ട് എന്നുള്ളത് കൺസിഡർ ചെയ്യുക. -10 വോൾട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ കറണ്ട് എവിടെ നിന്നേക്കാരം പാസ് ചെയ്യുക, മൈനസ് നിന്ന് നെഗറ്റീവിലോട്ടേക്കാരം പാസ് ചെയ്യുക. ഓക്കെ. മൈനസ് നിന്ന് നെഗറ്റീവ്. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലോട്ട് ഇങ്ങനെയൊക്കെ കറണ്ട് പാസ് ചെയ്യുക. മൈനസ് നിന്ന് പ്ലസ്സിലോട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പാസ് ചെയ്യുക, ഈ ഇവിടുന്ന് ഇങ്ങോട്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ടോട്ടൽ കറണ്ട് കാണുമ്പോൾ ആ ടോട്ടൽ കറണ്ടിനേക്കാൾ ഏതിലൂടെ പാസ് ചെയ്യുക, ഈ 2 ഓമിലൂടെ പാസ് ചെയ്യുക അല്ലേ. ഇതിൽ കൂടി പോകുന്ന സൈനൊക്കെ അതേ കറണ്ടിനേക്കാരും ഇത് ഈ 2 ഓമിലൂടെയും പാസ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ കറണ്ടിനേക്കാരം ഈ 2 ഓമിലൂടെയും പാസ് ചെയ്യുക. അപ്പോൾ ഇതിൽ ടോട്ടൽ കറണ്ട് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അതെന്തായാലും മതി, ഈ 5ഉം 10ഉം ആയിക്കാരം ഇവിടെ എന്തുണ്ടാവുക, പാരലൽ ഉണ്ടാവുക അല്ലേ. 5ഉം 10ഉം ആണ് ഇവിടെ പാരലൽ ഉണ്ടാവുക. അത് ഈ 2 ഓമിനോട് എന്തേക്കാരം, സീരീസ് ആയിക്കാരം. ഓക്കെ. അപ്പോൾ ഈ ടോട്ടൽ കറണ്ട് അതായിക്കാരം വരിക ഐ ട്രിപ്പിൾ ഡാഷ് എന്ന് വരിക. 10 ഡിവൈഡ് ബൈ ഈ 5ഉം 10ഉം പാരലല്, അത് എന്തിനോട് സീരീസ്, ഈ 2 ഓമിനോട് സീരീസ്. അപ്പോൾ 1.88 ആംപിയർ എന്ന് പറഞ്ഞ കറണ്ട് വാല്യൂ കിട്ടും. അത് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലോട്ട് പാസ് ചെയ്യും. ഓക്കെ. അപ്പോൾ 3 കറണ്ടുകളെ നമുക്ക് എന്ത് കിട്ടി, ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ പൊസിഷൻ തിയറം പ്രകാരം ആ 3 കറണ്ട് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ആ 3 കറണ്ടും സെയിം ഡയറക്ഷൻ അല്ലേ എന്ന് നോക്കുക. ഒന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന്, അതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നിട്ടുള്ളത്, മൈനസ് എന്ന് പറഞ്ഞ സൈന് വന്നിട്ടുള്ളത്. അപ്പോൾ 5 - 2.5 പ്ലസ് 1.88 4.38 ആംപിയർ എന്ന് കിട്ടി. അപ്പോൾ അതിൻ്റെ ഡയറക്ഷന് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് കുറച്ച് പ്രാക്ടീസ് പ്രോബ്ലം ആണ്, നമ്മൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ 2 സോഴ്സാണ്, ഫസ്റ്റത്തെ ഈ പ്രോബ്ലത്തിൽ 2 സോഴ്സാണ് ഉള്ളത്. അപ്പോൾ ഒന്ന് ഇൻഡിപെൻഡൻറ്റ് സോഴ്സാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് ഇത് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇത് എന്ത് ചെയ്യും, ഓപ്പൺ ആവും. അപ്പോൾ ഒറ്റ ലൂപ്പേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഒറ്റ ലൂപ്പേ ഉണ്ടാവുള്ളൂ. ആ ലൂപ്പ് കൂടി എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. രണ്ടാമത് എന്ത് ചെയ്യുക, ഇത് ഷോർട്ട് ചെയ്യുക. ഇത് ഷോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് രണ്ടും കൂടി 2 മെഷ് ഉണ്ടാവും. ഇപ്പോൾ ഇത് സൂപ്പർ മെഷ് ഫോം ചെയ്യും. ഓക്കെ, അങ്ങനെ കണ്ടുപിടിക്കാം. ഇതുമ്മിൽ 3 സോഴ്സസ് ഉണ്ട്. അപ്പോൾ 3 സോഴ്സസും ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ,
ഇതാണെങ്കിലും ഇതിലും 3 സോഴ്സസ് ഉണ്ട്. 3 സോഴ്സും സെപ്പറേറ്റ് ആക്കിയിട്ട് കൺസിഡർ ചെയ്യുക. ഫസ്റ്റ് 4 വോൾട്ടേജ് കൺസിഡർ ചെയ്യുമ്പോൾ ഇത് ഓപ്പൺ ആയിക്കാരം വരിക, ഇത് ഓപ്പൺ ആയിക്കാരം വരിക. അപ്പോൾ ആകെ ഈ സർക്യൂട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. രണ്ടാമത് ഇത് കൺസിഡർ ചെയ്യുമ്പോൾ ഇത് വീണ്ടും ഓപ്പൺ ആയിക്കാരം വരിക. ഓക്കെ, ഇതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക, ചെയ്ത് നോക്കുക. ഇതും അതേപോലെ തന്നെ ചെയ്ത് നോക്കുക. 2 സോഴ്സസ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ ആണല്ലോ, ഇതെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.